ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ ബിഹേവിയറസ് ആണ് നോക്കുന്നത്. ദ മെയിൻ സ്കൂൾസ് ഓഫ് സൈക്കോളജി ആർ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ഗസ്റ്റാൾട്ട് തിയറി, ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ്, ഹ്യൂമനിസം ആൻഡ് കോഗ്നിറ്റീവിസം. അപ്പോൾ അടുത്തത് സ്ട്രക്ചറലിസം ആൻഡ് ഫങ്ഷണലിസം ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം ഇതിനുള്ള റിയാക്ഷനായിട്ടാണ് ബിഹേവിയറിസം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറലിസം ഫൗണ്ടർ വില്യം വൂണ്ട് ആൻഡ് എഡ്വേർഡ് ടിഷ്നർ ആണ്. വില്യം വൂണ്ടും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ എഡ്വേർഡ് ടിഷ്നറും ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. സ്ട്രക്ചറലിസം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സൈക്കോളജി ആസ് ദ സ്റ്റഡി ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിൻ്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്നാണ് സ്ട്രക്ചറലിസത്തിൽ പറഞ്ഞിരിക്കുന്നത്. എയിം ടു സ്റ്റഡി ദ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡ്. ഇതിൻ്റെ എയിം എന്താ? ഹ്യൂമൻ മൈൻഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുക എന്നതാണ്. ഫോക്കസ് അനലൈസിങ് ദ സ്ട്രക്ചർ ഓഫ് മൈൻഡ് ബൈ ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ ഇൻ ടു ഇറ്റ്സ് ബേസിക് കോമ്പണൻസ് സച്ച് ആസ് സെൻസേഷൻ, ഇമോഷൻ ആൻഡ് തോട്ട്സ്. അപ്പോൾ മനസ്സിൻ്റെ ഘടനയെ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ സെൻസേഷൻ, ഇമോഷൻ, തോട്ട്സ് എന്നിങ്ങനെയൊക്കെ വിഭജിച്ച് വിശകലനം ചെയ്യുകയാണ് സ്ട്രക്ചറലിസത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെയിൻ മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. അടുത്തത് ഫങ്ഷണലിസം. ഫൗണ്ടർ വില്യം ജെയിംസ് ആണ്. ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ചാൾസ് ഡാർവിൻസ് തിയറി ഓഫ് ഇവല്യൂഷൻ. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഫോക്കസ് ചെയ്തിരിക്കുന്നത് ദ പർപ്പസ് ഓഫ് മെൻ്റൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ, എംഫസൈസിങ് ദെയർ റോൾ ഇൻ ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് അഡാപ്റ്റ് ടു ദെയർ എൻവയോൺമെൻറ്റ്. മെൻ്റൽ പ്രോസസ്സിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തത്. ഫങ്ഷണലിസത്തിൽ മെൻ്റൽ പ്രോസസ് ആൻഡ് ബിഹേവിയറിൻ്റെ ഉദ്ദേശം വ്യക്തികളെ അവരുടെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നതിൽ അവരുടെ പങ്ക് ഊന്നി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ മൈൻഡിൻ്റെ പ്രോസസ്സ്, മെൻ്റൽ പ്രോസസ്സിന് ഇവിടെ പ്രാധാന്യം കൊടുത്തു. ഫങ്ഷണലിസത്തിൽ, സ്ട്രക്ചറലിസത്തിലോ മൈൻഡിൻ്റെ സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ബിഹേവിയറിസം. The school of behaviorism had developed as a reaction against structuralism and functionalism. അപ്പം ഞാൻ പറഞ്ഞു ബിഹേവിയറിസം എന്ന് പറയുന്നത് സ്ട്രക്ചറലിസത്തിനും ഫങ്ഷണലിസത്തിനും ഉള്ള ഒരു റിയാക്ഷനായിട്ട് ഡെവലപ്പ് ചെയ്ത സംഭവമാണ്. ഫാദർ ഓഫ് ബിഹേവിയറിസം എന്നറിയപ്പെടുന്നത് JB വാട്സൺ ആണ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡ് ബിഹേവിയർ ഓഫ് ബോത്ത് ഹ്യൂമൻ ബീയിങ് ആൻഡ് ആനിമൽ. മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ഒക്കെ പെരുമാറ്റം മനസ്സിലാക്കുന്നതിനുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ് ഇവിടെ ബിഹേവിയറിസത്തിലുള്ളത്. ബിഹേവിയറിസ്റ്റുകൾ പ്രധാനമായിട്ട് സ്റ്റഡി ചെയ്തത് മൃഗങ്ങളിലാണ്. ഫോർ ബിഹേവിയറിസ്റ്റ്, സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് ബൈ ബിഹേവിയർ ദേ മീൻ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ ഓൺലി. ബിഹേവിയറിസ്റ്റ് പറയുന്നത് മനഃശാസ്ത്രം പെരുമാറ്റശാസ്ത്രമാണെന്നാണ്. അപ്പോൾ ബിഹേവിയർ കൊണ്ട് അവരിവിടെ അർത്ഥമാക്കിയത് എന്താണ്? ബിഹേവിയറിൻ്റെ ഒബ്സർവ് ചെയ്യാനും മെഷർ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന വശങ്ങൾ മാത്രമാണ്. അക്കോർഡിംഗ് ടു the behaviorism, environment plays an important role in shaping or influencing an individual's behavior. ബിഹേവിയറിസം അനുസരിച്ച് ഒരു വ്യക്തിയുടെ പെരുമാറ്റം രൂപപ്പെടുത്തുന്നതിനോ സ്വാധീനിക്കുന്നതിനോ പരിസ്ഥിതിക്ക് പ്രധാന പങ്കുണ്ടെന്നാണ്, എൻവിയോൺമെൻറ്റിന് പ്രധാന പങ്കുണ്ടെന്നാണ് പറയുന്നത്. ദിസ് സ്കൂൾ ഓഫ് തോട്ട് സജസ്റ്റ് ദാറ്റ് ഓൾ ബിഹേവിയർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ എൻവിയോൺമെൻറ്റൽ കോസസ് റാദർ ദാൻ ഇൻറ്റേർണൽ ഫോഴ്സസ്. അപ്പോൾ ഇൻറ്റേർണൽ ഫോഴ്സസിനേക്കാൾ പാരിസ്ഥിതിക കാരണങ്ങളാൽ എല്ലാ ബിഹേവിയറും അല്ലെങ്കിൽ എല്ലാ പെരുമാറ്റങ്ങളും വിശദീകരിക്കാൻ സാധിക്കുമെന്നാണ് ഈ ചിന്താധാര സൂചിപ്പിക്കുന്നത്. ബിഹേവിയർ ഈസ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. അപ്പോൾ ബിഹേവിയർ എന്ന് പറയുന്നത് SR അസോസിയേഷൻ ആണെന്നാണ് പറയുന്നത്. സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ ആണ് ബിഹേവിയർ. ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ ബിഹേവിയറിസത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. This is a type of learning that involves associating a previously neutral stimulus with a stimulus that naturally and automatically triggers a response. അപ്പോൾ ഇവിടെ സ്വയം പ്രതികരണം ഉണർത്തുന്ന ഒരു സ്റ്റിമുലസ് ആയിട്ട് മുമ്പ് ന്യൂട്രലായി നിന്ന ഒരു നിഷ്പക്ഷമായിട്ട് നിന്ന ഒരു സ്റ്റിമുലസിനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പഠന രീതിയാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ പെയറിങ് ദ സൗണ്ട് ഓഫ് ബെൽ വിത്ത് ദ പ്രസൻറ്റേഷൻ ഓഫ് ഫുഡ്. അപ്പോൾ ഇവിടെ ഉദാഹരണം ആയിട്ട് കൊടുത്തത് എന്താണ്? മണിയടി ശബ്ദത്തെയും ഭക്ഷണത്തെയും ജോഡിയാക്കുന്നത്. ആഫ്റ്റർ ആൻ അസോസിയേഷൻ ഈസ്
formed, the previously neutral stimulus will produce the same response as the natural stimulus. അപ്പോൾ ഈ ഒരു അസോസിയേഷന് ശേഷം മുമ്പ് ന്യൂട്രലായി നിന്ന സ്റ്റിമുലസ് ഫുഡിൻ്റെ നാച്ചുറൽ സ്റ്റിമുലസിൻ്റെ അതേ പ്രതികരണം ഉണ്ടാക്കുന്ന പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഈ തിയറി നോക്കാം. പ്രപ്പോസ്ഡ് ബൈ റഷ്യൻ ഫിസിയോളജിസ്റ്റ് ഇവാൻ പവ്ലോ. ഈ തിയറി ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഇവാൻ പവ്ലോ ആണ്. റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആണ് ഇദ്ദേഹം. ദിസ് തിയറി ഈസ് ഓൾസോ കോൾഡ് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി, എസ് ടൈപ്പ് തിയറി, കണ്ടീഷൻഡ് റെസ്പോൺസ് തിയറി, സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ. അപ്പോൾ ഈ തിയറി എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി, എസ് ടൈപ്പ് തിയറി, കണ്ടീഷൻഡ് റെസ്പോൺസ് തിയറി, സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ് റെഫേഴ്സ് ടു ലേണിംഗ് ദാറ്റ് ഒക്കേഴ്സ് വെൻ എ ന്യൂട്രൽ സ്റ്റിമുലസ്, എക്സാമ്പിൾ ബെൽ, ബിക്കംസ് അസോസിയേറ്റഡ് വിത്ത് എ സ്റ്റിമുലസ്, എക്സാമ്പിൾ ഫുഡ്, ദാറ്റ് നാച്ചുറലി പ്രൊഡ്യൂസസ് എ ബിഹേവിയർ. അപ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് എക്സാമ്പിളായി കൊടുത്തത് എന്താണ്? ബെല്ല്. ഒരു നാച്ചുറൽ സ്റ്റിമുലസ്, നാച്ചുറൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റിമുലസുമായിട്ട് അതേതാണ്? എക്സാമ്പിൾ കൊടുത്തത് ഫുഡാണ്. ബന്ധിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ ദ അസോസിയേഷൻ ഈസ് ലേൺഡ്, ദ പ്രീവിയസ്ലി ന്യൂട്രൽ സ്റ്റിമുലസ് ഈസ് സഫിഷ്യൻറ്റ് ടു പ്രൊഡ്യൂസ് ദ ബിഹേവിയർ. അപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഈ അസോസിയേഷൻ ഉണ്ടാക്കിയെടുത്ത ശേഷം റെസ്പോൺസ് ഉണ്ടാക്കാൻ മുമ്പ് ന്യൂട്രലായി നിന്ന ആ സ്റ്റിമുലസ് മതിയാവും. അപ്പോൾ നാച്ചുറൽ സ്റ്റിമുലസിൻ്റെ അതേ തന്നെ എന്താണ്? ന്യൂട്രൽ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അതേ റിയാക്ഷൻ തന്നെ, അതേ റെസ്പോൺസ് തന്നെ ഉണ്ടാവും ഈ ഒരു അസോസിയേഷന് ശേഷം എന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിൽ പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ദാറ്റ് ഹാപ്പൻസ് അൺകോൺഷ്യസ്ലി. അപ്പോൾ കോൺഷ്യസ്ലി സംഭവിക്കുന്ന ഒരു പഠനമല്ല ഇതിൽ, അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു പഠന രീതിയാണിത്. വെൻ യു ലേൺ ത്രൂ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ആൻ ഓട്ടോമാറ്റിക് കണ്ടീഷൻഡ് റെസ്പോൺസ് ഈസ് പെയർഡ് വിത്ത് സ്പെസിഫിക് സ്റ്റിമുലസ്, ദിസ് ക്രിയേറ്റ് എ ബിഹേവിയർ. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ പഠിക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് കണ്ടീഷൻഡ് റെസ്പോൺസ് ഒരു പ്രത്യേക സ്റ്റിമുലസുമായിട്ട് ജോഡിയാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. പാവ്ലോസ് ഡോഗ് ഈസ് എ വെൽ നോൺ എക്സ്പെരിമെൻറ്റ് ഇൻ വിച്ച് പാവ്ലോ യൂസ്ഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ പാവ്ലോവിൻ്റെ പട്ടിയിൽ നടത്തിയ എക്സ്പെരിമെൻറ്റ് ഒരു വെൽ നോൺ എക്സ്പെരിമെൻ്റ് ആണ് എന്ത്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനായിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയത് എന്തിലാണ്? മൃഗത്തിലാണെന്ന് പറഞ്ഞു, ബിഹേവിയറിസ്റ്റുകളിൽ. അത് പാവ്ലോവിൻ്റെ പട്ടി എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ഓർത്ത് വയ്ക്കാൻ പാവ്ലോവിൻ്റെ പട്ടി എന്ന് ആലോചിച്ചാൽ മതി. പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അത് എക്സ്പെരിമെൻറ്റ് നടത്തിയത് ഏതിലാണ്? പട്ടിയിലാണ്. ടു ടെസ്റ്റ് ഹിസ് തിയറി ദാറ്റ് ദ ഡോഗ് വേർ സലൈവേറ്റിംഗ് ബിക്കോസ് ദേ വേർ അസോസിയേറ്റിംഗ് ദ പ്യൂപ്പിൾ വിത്ത് ബീയിങ് ഫെഡ്, ഹി ബിഗാൻ റിംഗിങ് എ ബെൽ ആൻഡ് ദെൻ പ്രസൻറ്റിംഗ് ദ ഫുഡ്, സോ ദേ അസോസിയേറ്റ് ദ സൗണ്ട് വിത്ത് ഫുഡ്. അപ്പോൾ ഈ തിയറി ടെസ്റ്റ് ചെയ്യാൻ അദ്ദേഹം പട്ടിയെ ഉപയോഗിച്ച്. അപ്പോൾ നായ്ക്കൾ ഫുഡ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും? ഉമിനീര് അവർക്ക് വായിന്ന് വരില്ലേ? അപ്പോൾ ഈ സിറ്റുവേഷൻ അദ്ദേഹം സ്റ്റഡി നടത്താനായിട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ്? അദ്ദേഹം ഫുഡും ബെല്ലും ഒന്നിച്ച് പ്രസൻറ്റ് ചെയ്ത് ബെല്ല് മുഴങ്ങുന്നത് ഫുഡായിട്ട് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? then he presenting food, so they associate sound with the food. അതായത് ബെല്ലിൻ്റെ സൗണ്ട് എന്തുമായിട്ട്? ഫുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. ഇത് രണ്ടും കണക്ട് ചെയ്ത് എന്താണ്? ദ ഡോഗ് ലേൺഡ് ടു അസോസിയേറ്റ് ദ ബെൽ റിംഗിങ് വിത്ത് ഫുഡ്. അപ്പോൾ ഡോഗ് എന്ത് പഠിക്കുകയാണ് അവിടെ? ഇത് തമ്മിലുള്ള അസോസിയേഷൻ അവിടെ പഠിക്കുകയാണ്. കോസിങ് ദെയർ മൗത്ത്സ് ടു സലൈവേറ്റ് വെനെവർ ദ ബെൽ റിംഗ്. അപ്പോൾ ഈ അസോസിയേഷന് ശേഷം ഈ ബെല്ല് റിങ് ചെയ്യുമ്പോൾ തന്നെ അതിനെന്തുണ്ടാവും? പട്ടിക്ക് വായന്ന് ഉമിനീര് വരും അല്ലേ? നോട്ട് ജസ്റ്റ് വെൻ ദേ എൻകൗണ്ടേർഡ് ദ ഫുഡ്. അപ്പോൾ ഫുഡില്ലെങ്കിലും ബെല്ല് മുഴങ്ങുന്ന സൗണ്ട് കേട്ടാൽ തന്നെ ഈ ഒരു അസോസിയേഷൻ നടത്തി, ഈ ഒരു ബന്ധപ്പെടുത്തൽ ചെയ്തപ്പോൾ അതിന് ശേഷം എന്തുണ്ടാവും? ഇതൊരു തവണയൊന്നല്ല, ഇതിൻ്റെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു അസോസിയേഷൻ ആര് ലേൺ ചെയ്യുക? നായ ലേൺ ചെയ്യുക.
It is a type of learning when an unconditioned stimulus UCS such as food produces an unconditioned response UCR ഷോർട്ട് ആക്കിയിട്ട് കൊടുത്താണ് such as salivation. അപ്പോൾ ഇവിടെ എന്താണ്, ബെല്ലടിക്കുമ്പോൾ എല്ലാം നായയുടെ വായിൽ ഉമിനീര് വരാൻ തുടങ്ങും അല്ലേ? ഭക്ഷണം കാണുമ്പോൾ മാത്രമാണോ ഈ അസോസിയേഷന് ശേഷം? ബെല്ലടിക്കുമ്പോൾ ഒക്കെ നായയുടെ വായിൽ നിന്ന് എന്ത് വരും? ഉമിനീര് വരും. If a neutral stimulus such as bell is paired with UCS to get UCR, this is repeated. The neutral stimulus will create the response of salivation. The neutral stimulus is now the conditioned stimulus and the response is a conditioned റെസ്പോൺസ്. അപ്പോൾ ഈ ഒരു അസോസിയേഷന് ശേഷം ന്യൂട്രൽ സ്റ്റിമുലസ് എന്തായി മാറും? കണ്ടീഷൻഡ് സ്റ്റിമുലസും. കണ്ടീഷൻ ചെയ്യപ്പെട്ടില്ലേ? അപ്പോൾ കണ്ടീഷൻഡ് സ്റ്റിമുലസും അപ്പോൾ എന്താണ്, അപ്പോൾ ഉണ്ടാവുന്ന അസോസിയേഷന് ശേഷം ഉണ്ടാവുന്ന റെസ്പോൺസ് എന്താവും? കണ്ടീഷൻഡ് റെസ്പോൺസ് ആവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ എക്സ്പെരിമെൻറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ഇത് ഒരു 3 സ്റ്റേജസ് ആയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സ്റ്റേജ് 1 ബിഫോർ കണ്ടീഷനിങ്ങിന് മുന്നേ ഫുഡ്, അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് ഫുഡ്. അപ്പോൾ ഫുഡ് കൊണ്ടുവയ്ക്കുമ്പോൾ എന്തുണ്ടാവും? സലൈവേഷൻ, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാവും. പിന്നീടോ ന്യൂട്രൽ സ്റ്റിമുലസ് ആയ ബെല്ലടിക്കുമ്പോഴോ, ബെല്ല് മാത്രം കൊടുക്കുമ്പോൾ ഒരു റെസ്പോൺസും പട്ടിക്ക് ഉണ്ടാവില്ല അല്ലേ? ബെല്ല് മാത്രം അടിക്കുന്നത് കേട്ടിട്ട് സലൈവേഷൻ ഉണ്ടാവുമോ? അപ്പോൾ ഡ്യൂറിങ് കണ്ടീഷനിങ്, അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്? കണ്ടീഷൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ്. അവിടെ ബെൽ അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? ഫുഡ്, അതായത് കണ്ടീഷൻ സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ഒന്നിച്ച് കൊടുക്കും. കണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻ ചെയ്യാനുള്ള സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസും ഒന്നിച്ച് കൊടുക്കും. ബെല്ലും ഫുഡും ഒന്നിച്ച് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവും? സലൈവേഷൻ ഉണ്ടാവും. ഇത് ഒരു തവണയെല്ലാം റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കുറേ തവണ ഇങ്ങനെ ചെയ്യുമ്പോഴോ രണ്ടും കൂടി അസോസിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഈ ഒരു ഇത് നായ ലേൺ ചെയ്യും. അപ്പോൾ സ്റ്റേജ് 3 എന്താ? ആഫ്റ്റർ കണ്ടീഷനിങ്ങിൽ ബെല്ല് മാത്രം കൊടുക്കുമ്പം കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ എന്താവും? കണ്ടീഷൻഡ് റെസ്പോൺസ്. കണ്ടീഷൻ ചെയ്യപ്പെട്ടൂല അവിടെ, അത് നായ അത് അസോസിയേഷൻ ലേൺ ചെയ്തു. അപ്പം ബെല്ലടിക്കുമ്പോൾ തന്നെ നായയുടെ വായിൽ ഉമിനീര് വരാൻ തുടങ്ങും. ഇത് നിങ്ങൾ ലേണിംഗ് ആയിട്ട് ഇതൊക്കെ അസോസിയേറ്റ് ഒരു ബന്ധപ്പെടുത്തി വേണം ഈ ഒരു തിയറി പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദർ ആർ 3 സ്റ്റേജസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഈച്ച് സ്റ്റേജ് നേരത്തെ പറഞ്ഞത് തന്നെ. ഈച്ച് സ്റ്റേജ് ദ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ് ആർ ഗിവൺ സ്പെഷ്യൽ സയൻറ്റിഫിക് ടേംസ്. അപ്പോൾ സ്റ്റിമുലസിനും റെസ്പോൺസിനും ഇവിടെ ഒരു സ്പെഷ്യൽ സയൻറ്റിഫിക് ടേംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, അങ്ങനെയൊക്കെ കുറേ സയൻറ്റിഫിക് ടേംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്താ നേരത്തെ പറഞ്ഞ തന്നെ, ഇൻ ദിസ് സ്റ്റേജ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് പ്രൊഡ്യൂസസ് ആൻഡ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. അവിടെ ഫസ്റ്റ് സ്റ്റേജിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അൺകണ്ടീഷൻഡ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് സ്റ്റേജ് ഓൾസോ ഇൻവോൾവ്സ് അനദർ സ്റ്റിമുലസ് ദാറ്റ് ഹാസ് നോ എഫക്റ്റ് on a person and is called the neutral stimulus. The neutral stimulus could be a person, object or place. അപ്പോൾ ഇതെന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദിസ് സ്റ്റേജ് ഓൾസോ ഇൻവോൾവ്സ് അനദർ സ്റ്റിമുലസ് ആൻഡ് നോ എഫക്റ്റ് ഓൺ എ പേഴ്സൺ ആൻഡ് ഈസ് കോൾഡ് ന്യൂട്രൽ. അതായത് ഒരു പേഴ്സണിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാത്ത സ്റ്റിമുലസിനെയാണ് എന്തെന്ന് പറയാം? ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയാം. ഈ ന്യൂട്രൽ സ്റ്റിമുലസ് കുഡ് ബി എന്തോ ഒരു പേഴ്സൺ ആവാം, ഒബ്ജക്റ്റ് ആവാം, പ്ലേസ് ആവാം, എന്തും ആവാം. ഇപ്പം നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു KSRTC ബസ് കയറുമ്പോൾ ചിലർക്ക് ബസ് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും. കാരണം എന്താ? മുന്നത്തെ അനുഭവം ഉണ്ടാവുക, KSRTC ബസ് കയറിയപ്പോൾ 1-2 തവണയോ 3 തവണയൊക്കെ ഛർദ്ദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ബസ് കാണുമ്പോൾ തന്നെ ഛർദ്ദിൽ വരാൻ തുടങ്ങും. അതായത് ഇത് തമ്മിൽ ബന്ധപ്പെടുത്തി നമുക്ക് ആ ബസ് കയറിയാൽ ആ ഒരു കാണുമ്പോൾ പിന്നെ ഫിയർ ആവും നമുക്ക് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇതിൽ കയറിയാൽ ഛർദ്ദിക്കും എന്നുള്ളൊരു ഇത് ആ ഒരു ഇത് നമ്മളെ മനസ്സിൽ പതിയെ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇതിലും ഈ ലേണിങ്ങിലും സംഭവിക്കുന്നത്.
This stage also involves another stimulus that has no effect on a person is called the neutral stimulus is in classical conditioning does not produce a response until it is paired with the unconditioned stimulus. അപ്പോൾ ഈ ന്യൂട്രൽ സ്റ്റിമുലസിനെ അൺകണ്ടീഷണൽ സ്റ്റിമുലസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവരെ ഈ ന്യൂട്രൽ സ്റ്റിമുലസ് കൊടുക്കുമ്പം ഒരു റെസ്പോൺസും എന്തിലുണ്ടാവില്ല, പിന്നെ ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റേജ് 2 ഡ്യൂറിങ് കണ്ടീഷനിങ്ങിൽ എന്താണ്, ഡ്യൂറിങ് ദിസ് സ്റ്റേജ് സ്റ്റിമുലസ് വിച്ച് പ്രൊഡ്യൂസസ് നോ റെസ്പോൺസ്, അത് എന്താണ്, ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഇവിടെ ഇത് തമ്മിലുള്ള അസോസിയേഷൻ ആണ് സെക്കൻഡ് സ്റ്റേജിൽ ചെയ്തത്. വിച്ച് പോയിന്റ് ഇറ്റ് നൗ ബിക്കംസ് നോൺ ആസ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. അപ്പോൾ അതിനുശേഷം ഈ അസോസിയേഷന് ശേഷം എന്താണ് ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന പേരിൽ അറിയപ്പെടുക, കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഓഫൻ ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ദ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് മസ്റ്റ് ബി അസോസിയേറ്റഡ് വിത്ത് ദ കണ്ടീഷൻ സ്റ്റിമുലസ് ഓൺ എ നമ്പർ ഓഫ് ഒക്കേഷൻസ് ഓർ ട്രയൽസ്. അപ്പോൾ ഇത് ഒരൊറ്റ തവണ എന്നല്ല, കുറേ തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് വരണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ലേണിംഗ് നടക്കുന്നത്. ഒറ്റ തവണ ചെയ്തു എന്ന് കരുതിയിട്ടാവില്ല. തേർഡ് സ്റ്റേജിലോ ദ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഹാസ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ദ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ക്രിയേറ്റ് ന്യൂ കണ്ടീഷൻഡ് റെസ്പോൺസ്. അപ്പോൾ തേർഡ് സ്റ്റേജിൽ എന്താ, അത് അസോസിയേഷൻ നടന്നു കഴിഞ്ഞു. അതിന് ശേഷം എന്താണ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതായത് ബെല്ല് കൊടുക്കുമ്പോൾ അസോസിയേറ്റഡ് വിത്ത് ദ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസുമായിട്ട് അസോസിയേറ്റ് ചെയ്തു ടു ക്രിയേറ്റ് എ ന്യൂ കണ്ടീഷൻഡ് റെസ്പോൺസ്. ഒരു പുതിയ ഒരു കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലേണിങ്ങിൽ പഠനം നടക്കുന്നത് എന്താണ്, ബിഹേവിയറിസ്റ്റുകൾ പ്രധാനമായിട്ട് എന്താണ്, മൃഗങ്ങളിലാണ് എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഇത് പഠനമായിട്ട് ലേണിങ്ങായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലായി ചിന്തിച്ചുകൊണ്ട് വേണം ഈ തിയറി പഠിക്കാൻ. അപ്പോൾ പാവ്ലോവിൻ്റെ ഡോഗ്, അത് ഒരു ഇമേജ് നോക്കൂ നിങ്ങൾ. അപ്പോൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡ്, അപ്പോൾ നായ്ക്ക് വായിൽ സലൈവ വരുന്നുണ്ട്. പിന്നെയോ ബെല്ല് കൊടുക്കുമ്പോൾ ഒരു റെസ്പോൺസും ഇല്ല, ആണ്ട് നായ ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഡ്യൂറിങ് കണ്ടീഷനിങ്ങിൽ എന്താണ്, ഫുഡും ബെല്ലും ഒന്നിച്ച് കൊടുക്കും. അപ്പോൾ നായ്ക്ക് എന്താവും, റെസ്പോൺസ് ഉണ്ടാവും. അത് റിപ്പീറ്റ് ചെയ്യും. പിന്നെ ബെല്ല് മാത്രം കൊടുക്കുമ്പോൾ എന്താവും, ആഫ്റ്റർ കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ തന്നെ കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാവും. ഈ ഫസ്റ്റ് പ്രസൻറ്റഡ് ദ ഡോഗ് വിത്ത് ദ സൗണ്ട് ഓഫ് ബെൽ, ദേ ഡിഡ് നോട്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്ലാസ് എടുത്തതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.